സിനിമയിൽ അഭിനയ മികവിനൊപ്പം ശക്തമായ വ്യക്തിത്വവും ആത്മവിശ്വാസവും കണ്ട് സ്വന്തം ഇടം ഉറപ്പിച്ച നടിയാണ് മമത മോഹൻദാസ്. അഭിനയ രംഗത്ത് മാത്രമല്ല, ഗായികയായും അവതാരികയായും സാമൂഹിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിയായി കൂടി മമത ശ്രദ്ധേയയാണ്. സൗന്ദര്യ മത്സര വേദികളിലൂടെ കലാലോകത്തേക്ക് എത്തിയ മമത നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം ഉറപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിട്ട് മുന്നേറുന്ന മമതയുടെ യാത്ര പലർക്കും പ്രചോദനമായി മാറിയതുമാണ്. കഴിഞ്ഞ ദിവസം അർബുദ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ മമത മോഹൻദാസ് സംസാരിച്ച വീഡിയോ എല്ലാം വൈറലായിരുന്നു. അതിനു പുറമെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് നടി. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ തന്നെ ഉപാധികളില്ലാതെ സ്നേഹിച്ചവർക്ക് മമത നന്ദി പറഞ്ഞു. 2 വട്ടം ക്യാൻസറിനെ അതിജീവിച്ച മമതയ്ക്ക് ജീവിതത്തിലെ ഓരോ നിമിഷവും അമൂല്യമാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ സംവിധാനത്തിലെ ചില പോരായ്മകളെക്കുറിച്ച് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പങ്കുവെക്കുകയാണിപ്പോൾ മമത. 24 വയസ്സിലാണ് എനിക്ക് ക്യാൻസർ കണ്ടെത്തിയത്. ട്രാൻസ്പ്ലാന്റ് ചെയ്തത് 28 വയസ്സിലാണ്. ആരും എന്നോട് എഗ്ഗ് ഫ്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. ഡോക്ടേഴ്സിന് അറിയാം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ചോദിക്കുന്നത്. ഡോക്ടറുടെ അലസമായ മറുപടി നിങ്ങൾ അക്കാര്യം പറഞ്ഞില്ല എന്നതായിരുന്നു. നമ്മൾക്ക് എങ്ങനെ അറിയാനാണ്? ഒന്നാമത് നമുക്ക് ഇൻഫർമേഷൻ ഇല്ല. ഈ ഡോക്ടേഴ്സ്മാരൊക്കെ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചതാണ്. ഡോക്ടർമാരെ കുറ്റം പറയുകയല്ല. പക്ഷെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ പിഴവുകളുണ്ട്. അന്നത്തെ കാലത്ത് സ്റ്റിഗ്മ എന്താണ്? ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? സ്വന്തം മാതാപിതാക്കൾ സ്വന്തം സഹോദരങ്ങളോട് പോലും പറയുന്നില്ല. അത് തന്നെ വൈകിയാണ് പറയുന്നത്. എത്ര ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത്. എനിക്ക് സപ്പോർട്ടായി ആ സമയത്ത് വന്നവരുണ്ട്. കരയുന്നതിന് പകരം എനിക്കൊപ്പം ഇരുന്ന് തമാശ പറയും. സപ്പോർട്ട് എന്ന് പറഞ്ഞു വരുന്ന കുറെ ആൾക്കാർ സിമ്പതിയാണ് കാണിക്കുന്നത്. അത് രോഗിക്ക് ടോക്സിക് ആണ്. പ്രത്യാശയോടെ ജീവിതത്തെ നോക്കിക്കാണുക. പലപ്പോഴും എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. എന്റെ വർക്കിൽ ഞാൻ ബുദ്ധിമുട്ട് കാണിക്കാറില്ല. മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ആരും എവിടെ നിന്നും എടുത്തു തരില്ല. അങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ആകണം. സ്വന്തം കുടുംബാംഗങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു വരും. അവർ നമുക്ക് ചുറ്റുമിരുന്ന് എപ്പോഴും സങ്കടപ്പെടുത്തുന്ന കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. കരയുന്നത് കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന പേഷ്യന്റിന് ഒരു ശക്തിയും ലഭിക്കില്ല. ആ സമയത്ത് ശരിക്കും വേണ്ടത് കുറച്ച് സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആൾക്കാരെയാണ്. ഒന്ന് ചിരിച്ച് ലൈറ്റ് ആക്കുക. അത് രോഗിക്ക് ഒരുപാട് സഹായമാകും. ക്യാൻസർ വരുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാൻസറിനെ കുറിച്ച് അറിയാനും സമ്മർദ്ദമില്ലാത്ത ജീവിതം ജീവിക്കുക എങ്ങനെയെന്നറിയാനും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുക. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക. ഇതൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതേസമയം ക്യാൻസറിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. നല്ല ജീവിതശൈലിയായിരുന്നു എനിക്ക്. വ്യായാമം ഉണ്ടായിരുന്നു. മദ്യപാനമോ മറ്റു ദുശ്ശീലമോ ഇല്ലായിരുന്നു. എന്നിട്ടും തനിക്ക് ക്യാൻസർ വന്നുവെന്ന് മമത പറഞ്ഞു.